ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ദൈവാനുഗ്രഹ പ്രാപ്തിയിൽ നിന്നും മനുഷ്യരായ നമ്മെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും മാരകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അഹങ്കാരമാണ്. എപ്പോഴാണ് നമുക്കിങ്ങനെ അഹങ്കാരം ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് അഹങ്കാരം കടന്നു വരുന്നത് എനിക്കെല്ലാം ഉണ്ട്, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും, എനിക്ക് എല്ലാം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നിങ്ങനെയുള്ള തെറ്റായ ചില അവബോധങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ അതിനൊക്കെ അടിമകളായി മാറുമ്പോഴാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 11 രണ്ടാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: അഹങ്കാരത്തിന് പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോട് കൂടെ ജ്ഞാനവും. സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 16 5-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: അഹങ്കരിക്കുന്നവരോട് കർത്താവ് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല, തീർച്ച. സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 16 18 19 വചനങ്ങൾ ഇപ്രകാരം പറയുകയാണ്: അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്, അഹന്ത അധപ്പതനത്തിന്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 3 28-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല, എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറപ്പിച്ച് വളരുന്നു. അപ്പോൾ ഈ അഹങ്കാരത്തെ ദൈവം വെറുക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവാനുഗ്രഹ പ്രാപ്തിയിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രധാന കാര്യമാണ് അഹങ്കാരം. അഹങ്കരിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ദൈവാനുഗ്രഹം കടന്നു വരികയില്ല. ഈ അഹങ്കാരത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി, ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി നാം എന്ന വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 3:18 പ്രകാരം പറയുകയാണ്: നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. 1 പത്രോസ് 5-ാമത്തെ അധ്യായം 5-6 തിരുവചനങ്ങൾ പറയുകയാണ്: അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന് ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ തന്നെ പരിപൂർണമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വിനയാന്വിതനായിട്ട് സമർപ്പിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നാം അറിയാതെ തന്നെ കടന്നു വരും. ഇന്നത്തെ ദിവസം നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് താഴ്മയോടെ സമർപ്പിക്കാം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ടോ? ഞാൻ അഹങ്കാരത്തോടു കൂടിയാണോ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്? എൻ്റെ സഹോദരി സഹോദരന്മാരെ പ്രതി, എൻ്റെ കൂട്ടുകാരെ പ്രതി, എന്നെ സഹായിക്കുന്നവരെ പ്രതി, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ പ്രതിയൊക്കെ ഞാൻ അഹങ്കാരത്തോടു കൂടിയാണോ പെരുമാറുന്നത്? കർത്താവായ ദൈവമേ, വിനയത്തിൻ്റെ മാതൃകയായിട്ട് നീ ഞങ്ങളോടൊപ്പം വസിച്ചുവല്ലോ. അങ്ങയിൽ നിന്നും വിനയം പഠിക്കുവാനും വിനയത്തോടുകൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി നല്ല നാഥ, ഇന്നിൻ്റെ നിറവിൽ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയുടെ നീർച്ചാലുകൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്തിന് സംവാഹകരായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.